നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു കരിയർ ലക്ഷ്യമിടുന്ന എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ പുതിയൊരു അറിവിലേക്കും വിശകലനത്തിലേക്കും സ്വാഗതം. ഐ.ടി. മേഖലയിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രംഗത്ത് ഒരു മികച്ച തുടക്കം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ്. വെറുമൊരു ജോലി വിവരം മാത്രമല്ല കേട്ടോ ഇത്, നിങ്ങളുടെ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു മികച്ച വഴികാട്ടിയാണിത്. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. സോഫ്റ്റ്വെയർ ക്വാളിറ്റി രംഗത്ത് അതിപ്രധാനമായ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? പുതിയ സോഫ്റ്റ്വെയറുകൾ പുറത്തിറങ്ങുന്നതിന് മുൻപ് അവ പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്ന ഹീറോസാണ് ക്വാളിറ്റി അഷ്വറൻസ് അഥവാ QA എഞ്ചിനീയർമാർ. ഡിജിറ്റൽ ലോകത്തെ കുറ്റമറ്റതാക്കുന്ന ആ സൂപ്പർ പവറുള്ള റോൾ. ഈ ഗംഭീര അവസരം എവിടെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയാമോ? മനുഷ്യ ചൈതന്യത്താൽ നയിക്കപ്പെടുന്നതും അനുകൂലമായ ചുറ്റുപാടുകളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നതുമായ ഒരു അത്ഭുതകരമായ ഇന്നോവേഷൻ ഹോട്ട്സ്പോട്ട്. അതെ, തിരുവനന്തപുരത്തെ നമ്മുടെ സ്വന്തം ടെക്നോപാർക്ക്. നവീകരണവും സാങ്കേതികവിദ്യയും ഒത്തുചേരുന്ന ഈ വൈബ്രന്റ് ക്യാമ്പസാണ് നിങ്ങളുടെ കരിയർ യാത്രയുടെ ഏറ്റവും ആവേശകരമായ വേദി. ആദ്യമായി, എന്താണ് സ്റ്റാക്ക് മോഡ് നൽകുന്ന ആ സവിശേഷമായ അവസരമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ ആദ്യ ദൗത്യം. ടെക്നോപാർക്കിലെ സ്റ്റാക്ക് മോഡ് ഇന്നോവേഷൻസിലുള്ള ഈ QA റോളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നോ? 6 എന്ന ഈ മാന്ത്രിക സംഖ്യ തന്നെ. അതെ, ഈ വലിയ അവസരം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമൊന്നും ആവശ്യമില്ല. വെറും 6 മാസം മുതൽ 1 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് മതിയാവും. എൻട്രി ലെവലിൽ കരിയർ തുടങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇതിലും വലിയൊരു സന്തോഷവാർത്തയുണ്ടോ? വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലും ഒട്ടും ടെൻഷൻ വേണ്ട. കമ്പ്യൂട്ടർ സയൻസ്, IT, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒരു ബിരുദം മതിയാകും. പുതിയ ബിരുദധാരികൾക്കിവിടെ ഒരു കിടിലൻ വാർത്തയുണ്ട്. നിങ്ങൾ QA ടെസ്റ്റിംഗിൽ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ റോളിനുള്ള പ്രവൃത്തി പരിചയമായി അവർ കണക്കാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇന്റേൺഷിപ്പുകൾ ഒരിക്കലും വെറുതെ ആകില്ല എന്ന് ഉറപ്പ്. രണ്ടാമതായി, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാന ചുമതലകൾ എന്ന് നോക്കാം. അതായത്, അവിടെ നിങ്ങളുടെ ദൈനംദിന ദൗത്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ബഗ്ഗുകൾ അഥവാ തകരാറുകൾ കണ്ടുപിടിക്കുകയും അത് കൃത്യമായി ട്രാക്ക് ചെയ്യുകയുമാണ് ഈ ജോലിയുടെ ജീവനാഡി. വെബ്, മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ മാനുവൽ ടെസ്റ്റിംഗ്, ഫങ്ഷണൽ, റിഗ്രഷൻ, യൂസബിലിറ്റി ടെസ്റ്റുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. തെറ്റുകൾ കൃത്യമായി കണ്ടുപിടിക്കാൻ മിടുക്കുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ശരിക്കും ആസ്വദിച്ച് ചെയ്യാൻ കഴിയും. ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മുറിയിൽ അടച്ചിരുന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. ഡെവലപ്പർമാരുമായും പ്രോഡക്റ്റ് ടീമുമായും എപ്പോഴും മികച്ച ആശയവിനിമയം ഉണ്ടായിരിക്കണം. ഒപ്പം ടെസ്റ്റ് ഡോക്യുമെന്റുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയും പുതിയ ടെസ്റ്റ് ഓട്ടോമേഷൻ രീതികൾ പഠിച്ചെടുക്കുകയും ചെയ്യുന്നത് ഈ കരിയറിൽ വളരെ വേഗം മുന്നേറാൻ നിങ്ങളെ സഹായിക്കും. അടുത്തതായി, നിങ്ങൾക്ക് ആവശ്യമായ സ്കില്ലുകളും ടൂളുകളും, അതായത് ഈ ദൗത്യം വിജയിപ്പിക്കാനുള്ള നിങ്ങളുടെ പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ റോളിൽ സാങ്കേതിക അറിവുകൾ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും പ്രധാനമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, ജിറ അല്ലെങ്കിൽ ബക്സില്ല പോലുള്ള ട്രാക്കിംഗ് ടൂളുകൾ എന്നിവയിലുള്ള അറിവിനൊപ്പം തന്നെ നിങ്ങളുടെ അനലിറ്റിക്കൽ തിങ്കിംഗ്, ടീം വർക്ക്, പിന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു വലിയ താൽപ്പര്യം, ഇതെല്ലാം സ്റ്റാക്ക് മോഡ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾക്ക് പുറമെ ചില ബോണസ് സ്കില്ലുകൾ കൂടിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. SQL വഴി ഡാറ്റാബേസുകൾ കൈകാര്യം ചെയ്യാനും പോസ്റ്റ്മാൻ ഉപയോഗിച്ച് API ടെസ്റ്റിംഗ് നടത്താനും സെലീനിയം പോലുള്ള ഓട്ടോമേഷൻ ടൂളുകളിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ സാധ്യതകൾ ഇരട്ടിയാക്കും. ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും അത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാം? നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എങ്ങനെയായിരിക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്കിതിലേക്ക് അപേക്ഷിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ കഴിവുകളും എക്സ്പീരിയൻസും വെച്ച് നിങ്ങളുടെ റെസ്യൂമെ ഒന്ന് കിഡിലനായി അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് അത് hr@stackmode.io എന്ന അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമെയിലിന്റെ സബ്ജക്ട് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ QA എഞ്ചിനീയർ എന്ന് തന്നെ നൽകാൻ യാതൊരു കാരണവശാലും മറക്കരുത്. HR ടീമിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത് വളരെ അത്യാവശ്യമാണ്. അപേക്ഷിക്കുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ വിഷയം. വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണിത്. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്നവർക്കെതിരെ ടെക്നോപാർക്ക് അധികൃതർ നേരിട്ട് നൽകിയ ഒരു പബ്ലിക് അലേർട്ട് നിലവിലുണ്ട്.
ടെക്നോപാർക്കുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ക്യാമ്പസിലെ വീഡിയോകളൊക്കെ കാണിച്ച് വ്യാജ ഓൺലൈൻ ജോലികൾ വാഗ്ദാനം ചെയ്ത് പലരും പണം തട്ടുന്നുണ്ട്. ഒരിക്കലും മറക്കരുത്, ജോലി നൽകാനായി ഒരു യഥാർത്ഥ കമ്പനിയും നിങ്ങളിൽ നിന്നും ഒരു രൂപ പോലും ചോദിക്കില്ല. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. ജോലി വാഗ്ദാനം ചെയ്ത് പണം ചോദിച്ചുകൊണ്ടുള്ള ഒരു ഓഫറും നിങ്ങൾ സ്വീകരിക്കരുത്. രണ്ടാമതായി, നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്ത കമ്പനി യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് ടെക്നോപാർക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ technopark.in/company-list ൽ പോയി നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തെ തിരിക്കുകയാണ്. അപ്പൊ മറക്കരുത്, 2026 ജൂൺ 22 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. കമ്പനിയെക്കുറിച്ചറിയാനും കൂടുതൽ വിശദാംശങ്ങൾക്കുമായി https://stackmode.io എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോ നിങ്ങളുടെ ആ ഡ്രീം QA കരിയർ തുടങ്ങാൻ ഇതിലും മികച്ചൊരു സമയം വേറെയുണ്ടോ? ഉടൻ തന്നെ അപേക്ഷിക്കൂ. ഓൾ ദി ബെസ്റ്റ്.